വൈഭവ് സൂര്യവംശിയുടെ സ്റ്റെമ്പ് എടുത്തപ്പോൾ കൈൽ ജാമീസൺ ഒരു സെലിബ്രേഷൻ അങ്ങ് നടത്തി. ഭയങ്കര അഗ്രസീവായിട്ടുള്ള സെലിബ്രേഷൻ. ഒരുപാട് ആളുകൾ അതിനെ വിമർശിക്കുന്നു കമൻറ്റുകളിൽ കേട്ടോ. അതായത് ചെറിയ ചെക്കനല്ലേ, ഇങ്ങനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ കുറച്ച് ആൾക്കാർ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ബോളറെ ഇഷ്ടമാണ്, ബോളർക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്, സെലിബ്രേഷൻ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ഫാസ്റ്റ് ബോളർ എന്നൊക്കെ ചോദിച്ചിട്ട് ചിലവർ അത് വൈഭവിൻ്റെ നേട്ടമായി കാണുന്നുണ്ട്. 15 വയസ്സുള്ള ഒരു ചെക്കൻ്റെ വിക്കറ്റ് എടുത്തിട്ട് ഒരു ഇൻ്റർനാഷണൽ ബോളർ ഇങ്ങനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ ചെക്കൻ്റെ റേഞ്ച് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾ അതിനെ പോസിറ്റീവായിട്ട് എടുത്തോ. എന്തിനാണ് കുറ്റം പറയുന്നത്? സെലിബ്രേറ്റ് ചെയ്യാൻ ആർക്കും അവകാശമുണ്ട്. ബോളർ വിക്കറ്റ് എടുത്താലല്ല അതിനെ ബോളർ എപ്പോഴാണ് സെലിബ്രേറ്റ് ചെയ്യേണ്ടി? വിക്കറ്റ് എടുത്താൽ ബോളറിന് സെലിബ്രേറ്റ് ചെയ്യുക. പിന്നെ 15 വയസ്സുള്ള ചെക്കനല്ലേ എന്നുള്ളത് പ്രായം നോക്കേണ്ട ആവശ്യമില്ല. അതിപ്പോൾ ബാറ്റ്സ്മാൻ ആയാലും ബോളറായാലും പ്രായമൊന്നും നോക്കില്ല. അവനൊരു പ്ലെയറാണ്, അവനൊരു കളിക്കാരനാണ്, ഓപ്പോസിറ്റ് പ്ലെയറാണ്, അത്രയേ ഉള്ളൂ. ഇതിന് പ്രായം നോക്കണം. അപ്പോൾ വൈഭവ് അടിക്കുമ്പോൾ പ്രായം എക്സ്പീരിയൻസ് നോക്കിയിട്ട് അടിക്കുന്നത്, ബോളറെ ലെജൻഡ് ആകുന്ന പോലും റെസ്പെക്റ്റ് കൊടുക്കാത്ത വൈഭവ് അടിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കൈയടിക്കുക. അപ്പോൾ അങ്ങനത്തെ വൈഭവിൻ്റെ വിക്കറ്റ് എടുക്കുമ്പോൾ ഇവരും അഗ്രഷൻ കാണിക്കും, വലിയ രീതിയിൽ സെലിബ്രേഷൻ നടത്തും. അതും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ആയിരിക്കണം. അല്ലാതെ അങ്ങോട്ടാവാം ഇങ്ങോട്ടാവില്ല എന്നൊന്നുമില്ല. ക്രിക്കറ്റിൽ പ്രായമൊന്നുമില്ല. കളിക്കുക. അതിപ്പോൾ 20 വയസ്സുള്ളവനും 15 വയസ്സുള്ളവനും 40 വയസ്സുള്ളവനായാലും കളിക്കാൻ മികച്ച പെർഫോമൻസ് അയച്ചു വെക്കുക. അത്രയേ ഉള്ളൂ. അതിപ്പോൾ ഞാൻ ജാമീസന്റെ ഭാഗത്ത് അഗ്രഷൻ നടത്തിയാൽ ഒരു പ്രശ്നമില്ല. ഫാസ്റ്റ് ബോളർക്ക് വിക്കറ്റ് എടുത്താലൊക്കെ ഏത് ബോളർക്ക് വിക്കറ്റ് എടുത്താലും സെലിബ്രേഷൻ നടത്താവുന്നതേ ഉള്ളൂ. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ മൂന്നാമത് ഞാൻ പറഞ്ഞ കാറ്റഗറി ആട്ടോ ഞാൻ ചൂസ് ചെയ്യുക. വൈഭവ് സൂര്യവംശി ഇതിൽ അഭിമാനിക്കാണ് വേണ്ടത്. 15 വയസ്സുള്ള തൻ്റെ വിക്കറ്റ് എടുത്തിട്ട് ഒരു ഇൻ്റർനാഷണൽ ബോളർ ഇത്രയും അഗ്രസീവായി സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ വൈഭവിനെ ആ ടീം എത്രമാത്രം ഭയക്കുന്നുണ്ടെന്ന് വൈഭവ് കരുതിയാൽ മതി. വൈഭവിന് സത്യം പറഞ്ഞാൽ ഇത് പവർഫുൾ മൊമെൻറ്റ് തന്നെയാണ്. നമ്മൾ ഒരുപാട് ക്രിക്കറ്റിൽ കണ്ടിട്ടില്ല ഡേഞ്ചറസ് ബാറ്റ്സ്മാൻമാരെ വിക്കറ്റ് എടുക്കുമ്പോൾ ഗിൽക്രിസ്റ്റ്, ഹൈഡന്, സേവാഗ്, ഇപ്പോൾ സച്ചിൻ, ഇനി അതുപോലെ ക്ലാസ് ആയിട്ടുള്ള സച്ചിൻ, കോഹ്ലി, ഇവരെ വിക്കറ്റൊക്കെ എടുക്കുമ്പോൾ ബോളേഴ്സ് ഭയങ്കര ഹാപ്പി ആവും, ടീം ഹാപ്പി ആവും. അതാ പ്രത്യേകതയാണ്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബിൻ്റെ മത്സരത്തിൽ അയ്യറിൻ്റെ LBW ഔട്ടല്ല എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രീതിസിൻ്റെ ഒരു ആശ്വാസം വന്നു. പ്രധാനപ്പെട്ട വിക്കറ്റ് പോകാതിരിക്കുമ്പോൾ സന്തോഷമാണ്. കിട്ടിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ടീം ഭയങ്കര ആഘോഷിക്കുകയും ചെയ്യും. അതങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അതിനെ കുറ്റം പറയണ്ട. അതൊക്കെ ആ സ്പിരിറ്റിലെടുത്താൽ മതി.